तूफानों की ओर घुमा दो नाविक शिव मंगल सिंह सुमन की कविता है। तूफानों की ओर घुमा दो नाविक शिव मंगल सिंह सुमन की कविता है। तूफानों की ओर घुमा दो नाविक शिव मंगल सिंह सुमന്റെ കവിതയാണ്. പറഞ്ഞെല്ലാരും तूफानों की ओर घुमा दो नाविक शिव मंगल सिंह सुमन की कविता है. ഓക്കെ. तूफानों की ओर घुमा दो नाविक ശിവമംഗൾ സിംഹ സുമൻ की कविता है. തൂഫാനോം की ओर घुमा दो नाविक എന്നുള്ളത് ശിവമംഗൾ സിംഹ സുമന്റെ കവിതയാണ്. എഴുതണം, ഇപ്പൊ തന്നെ എഴുതണം, വായിക്കണം, പറയണം, ഇടാം. എഴുതി അയച്ചൂര് ആദ്യം എഴുതിക്കോ. പെട്ടെന്ന് അയച്ചിട്ട് ഹാൻഡ് റൈസ് ചെയ്യണം. റഫിൽ എഴുതിക്കോ. എഴുതി അയച്ചിട്ട് റഫിൽ എഴുതിക്കോട്ടാ. ബാക്കിൽ എഴുതിക്കോ. കാണാണ്ട് എഴുതാം. മാഷെ എനിക്ക് എഴുതി അയക്കാൻ പറ്റില്ല കേട്ടോ, എന്റെ ഇവിടെ റേഞ്ച് ഇല്ല തീരെ. അപ്പൊ ലാസ്റ്റ് അയച്ചാ മതി. ഇതാരാ വിൽജു. ഓക്കെ. അപ്പൊ ലാസ്റ്റ് അയച്ചാ മതി. അപ്പൊ എഴുതിയിട്ട് പറയട്ടെ. അപ്പൊ എഴുതണം എന്തായാലും. എഴുതിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറഞ്ഞു. മാഷെ എനിക്ക് അയക്കാൻ പറ്റില്ല, നല്ല ഫോൺ വീണ ക്യാമറയിൽ ചെറിയ സ്ക്രാച്ച് വന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് അയച്ചാ മതി. അപ്പൊ അങ്ങനെ പ്രോബ്ലം ഉള്ളവരൊക്കെ അവിടെ എഴുതിയതിനു ശേഷം ഹാൻഡ് റൈസ് ചെയ്യാം. എഴുതിയിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം, എന്നിട്ട് പറയാം. കാണാതെ എഴുതണം, കാണാതെ പറയണം. മാഷ് ഇത് എടുത്ത് എഴുതിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്, രണ്ടാമത് എഴുതണ്ടേ? ഇന്നുകൂടി എഴുതണം. നമ്മളത് പ്രാക്ടീസ് ആവാനാ. പലർക്കും ഹിന്ദി എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് എഴുതുക വായിക്കുക ചെയ്താൽ മാത്രമേ അത് ഈസി ആവുള്ളൂ. മുമ്പ് അയച്ചവരെ ആദ്യം എഴുതിക്കോട്ടാ. അവർക്ക് ഈസി അല്ലേ എഴുതാൻ. പഠിച്ചവർക്ക് ഇത് എഴുതാൻ ഈസി അല്ലേ. അഖില. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. ദൃശ്യ. तूफानों की ओर घुमा दो नाविक विशेखर सिंह सुमन की कविता है. സായിദ്. പറഞ്ഞു കഴിഞ്ഞൊരു ഹാൻഡ് ഡൗൺ ആയിക്കോട്ടെ. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह की कविता है. ജനിൽ. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. ബൈസൻ. तूफानों की ओर तमाम तो नाविक शिवमंगल सिंह सुमन की कविता है. അനു. പറഞ്ഞൊരു ഹാൻഡ് ഡൗൺ ചെയ്തോട്ടാ. तूफानों की ओर ढूंढे नाविक शिवमंगल सिंह सुमन की कविता है. ദേവപ്രിയ. तूफान की ओर धूमना नाविक शिवमंगल सिंह की कविता है. ഒന്നുകൂടി പറഞ്ഞ ദേവപ്രിയ. तूफान की ओर धूमना नाविक शिवमंगल सिंह की कविता है. ദേവപ്രിയയുടെ ശരിയായിട്ടില്ലല്ലോ. എന്തേ? तूफानों की ओर घुमा दो എന്നാണ് കേട്ടാ. तूफानों की ओर घुमा दो നാവിക്. तूफान ഒന്നുണ്ട്. तूफानों की ओर घुमा दो ഖു. तूफान की ओर धुमा दो. ശരിയായിട്ടില്ല. तूफान की എന്നല്ല, तूफानों की. तूफानों की तूफानों की ഒരു മിനിറ്റ് പക്ഷേ. तूफान की ओर धूमना नाविक അല്ല പക്ഷേ. ഒന്നുകൂടിയും ശരിയായിട്ടില്ല. तूफानों की ओर घुमा दो.
तूफानों की ओर घुमा दो नाविक। तूफान की ओर घुमा दो नाविक അല്ലേ? तूफान की ओर घुमा दो नाविक നരേന്ദ്ര അയ്യോ ഒരു മിനിറ്റ് മാഷേ. ശിവമംഗൽ സിംഗ് की कविता है അതല്ല മാഷേ? ദേവപ്രിയ പതുക്കെ പറഞ്ഞാൽ മതി, ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. പാടത്തിന്റെ പേര് തൂഫാനോം കി ഓർ. മാഷ് പറയട്ടെ? ആ, तूफान की और അല്ല, तूफानों की, तूफान तूफानों की, तूफान की घूमना नाविक शिवमंगल सिंह की कविता है. പറഞ്ഞില്ലേ? ഇല്ല, കറക്റ്റ് ആയിട്ടില്ല കേട്ടാ. तूफानों की तूफानों और घुमा दो. മാഷിതാണ് तूफानों की और तूफानों की और घूमना नाविक അല്ലേ? घूमने നാലില്ലല്ലോ അവിടെ. പക്ഷെ പഠിച്ചപ്പോഴേ ഞാൻ കേറി വന്നതാ. നീ അത് നോക്കി വായിക്ക്, അത് നന്നായി നോക്കി വായിക്കണം. നീ വായിക്കാൻ അറിയാം, പക്ഷെ तूफानों की और घुमा दो. तूफान की और घुमा दो नाविक नरेंद्र शिवमंगल सिंह की कविता है. विल्जू. तूफान की और घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. तूफानों की എന്നുണ്ട് എല്ലാരും തൂഫാൻ की എന്ന് പറയുന്നത്. तूफानों की എന്നുണ്ട് ട്ടാ. ഗൗരി. शिवमंगल सिंह सुमन की कविता है. ഡയാന. എല്ലാരും മൈക്ക് പറയാത്തൊരു മൈക്ക് ഓഫ് ആക്കണം ട്ടാ. പറയാത്തൊരു മൈക്ക് ഓഫ് ആക്കണം. ഡിസ്റ്റർബൻസ് ഉണ്ട്. റാസിക്കിന്റെ മൈക്ക് ഓഫ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ശരി. ഡെനീഷ. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. सुधी. तूफानों की ओर घुमा दो नाविका शिवमंगल सिंह सुमन की कविता है. अनामिका. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. अल्विन. तूफानों की और घुमा दो नाविक शिवमंगल सिंह की कविता है. നോക്ക, അവിടുത്തെ ഘുമ ആണ് കേട്ടാ, ദൂ അല്ല ഗു, ഗുണത്തിന്റെ കേട്ടാ. ഗു ഗുണ്ടയുടെ ഗു കേട്ടാ. ഘുമാദോ ദൂ അല്ല, ദുനിയയുടെ ദൂ അല്ല കേട്ടാ. ഗൂർക്കയുടെ ഗു ആണ്, ഗു നീട്ടണ്ട. ഘുമാദോ. ഐറിൻ. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. आवनी. तूफानों की ओर घूम दो नाविक घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. अनल. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. ओके. कृष्णा. तूफानों की ओर घुमा दो नाविक शिवमंगल सिंह सुमन की कविता है. ഓക്കെ, ഇനി ആരൊക്കെ പറയാത്തത് ഉണ്ടല്ലോ കുറച്ചു പേര്. ആലിബ്. तूफानों की ओर घुमा दे नाविक शिवमंगल सिंह सुमन की कविता है.
बिजिन तूफानों की और गुमद नाविक शिवमंगल सुमन सुमन की कविता है. ഇനി പറയാത്തവരുണ്ട്, എല്ലാവരും പറയാ നോക്ക. നിങ്ങളത് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ ഈസിയാവും. നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഈസിയാവും. ഇനിയിപ്പോ പറയുമ്പോ കിട്ടിയില്ല, തെറ്റിപ്പോയി, അതിനൊന്നും ആരും ഒന്നും ഒരു പ്രശ്നം വിചാരിക്കേണ്ട. തെറ്റാർക്കും പറ്റാം. പറഞ്ഞു പോകുമ്പോ തെറ്റാന്നുള്ളത് കുട്ടികൾക്കും മാഷുമാർക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും തെറ്റ് പറ്റാം. അങ്ങനെ തെറ്റെന്നുള്ള പേടിച്ചിട്ടൊന്നും ആരും പറയാതിരിക്കരുത്. നമ്മളിപ്പോ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹിന്ദി ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, സ്വാഭാവികമാണ്, നമ്മുടെ ഭാഷയൊന്നുമല്ല. പക്ഷെ നിങ്ങളത് പറയും തോറും നിങ്ങൾക്കത് ഈസിയാവും, എഴുതും തോറും ഈസിയാവും. നമ്മൾ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് മനസ്സിലാക്കുക. എല്ലാവരും അത് പറയാൻ ശ്രമിക്കുക, എഴുതാൻ ശ്രമിക്കുക. അപ്പൊ പിന്നെ അത് ഈസിയാവും. രണ്ടാമത്തെ ഇസ്മേ, ഇതിൽ. പറഞ്ഞേ ഇസ്മേ. എന്താ അർത്ഥം? ഇതിൽ ഉണ്ടാവും. ഒരു രണ്ടുപേട് വെച്ച് ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. ഇസ്മേ, ഇതിൽ. പഠിച്ച ഇസ്മേ എന്ന് പഠിച്ച. ജീവൻ കെ, സങ്കട്, ജീവിതത്തിന്റെ സങ്കട്, ജീവിതത്തിന്റെ സങ്കടം. ജീവൻ കെ സങ്കട് രൂപി, ജീവിതത്തിന്റെ സങ്കടത്തിന്റെ രൂപത്തിലുള്ള. ഇസ്മേ, ഇതിൽ. ജീവൻ കെ, ജീവിതത്തിന്റെ. സങ്കട രൂപി, സങ്കടത്തിന്റെ രൂപത്തിലുള്ള. പഠിച്ച പറഞ്ഞേ. इसमें जीवन के संकट रूपी तूफान. इसमें ജീവൻ കെ സങ്കട് രൂപി, ഇതിൽ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ രൂപത്തിലുള്ള. തൂഫാൻ ക, കൊടുങ്കാറ്റിന്റെ. തൂഫാൻ ക, കൊടുങ്കാറ്റിന്റെ. സാമ്ന കർണേക്ക, നേരിടുന്നതിന്റെ. കൊടുങ്കാറ്റിനെ നേരിടുന്നതിന്റെ. സാമ്ന കർണേക്ക, നേരിടുന്നതിന്റെ. പ്രേരണ ഹേ, പ്രേരണയുണ്ട്, അതിനുള്ള പ്രേരണയാണത്. അപ്പൊ ഇതിൽ പറയുന്ന കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കൊടുങ്കാറ്റല്ല, പിന്നെന്താ? സങ്കടത്തിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ജീവൻ കെ സങ്കട രൂപി തൂഫാനാണ്, ജീവിതത്തിലെ പ്രയാസങ്ങളാകുന്ന കൊടുങ്കാറ്റാണ്. ഇസ്മേ ജീവൻ കെ സങ്കട രൂപി തൂഫാൻ ക, ഇതിൽ ജീവിതത്തിന്റെ സങ്കടമാകുന്ന കൊടുങ്കാറ്റിന്റെ. സാമ്ന കർണേക്ക, നേരിടുന്നതിന്റെ, അതിനെ നേരിടാനുള്ള. സാമ്ന കർണേക്ക എന്താ അർത്ഥം? സാമ്ന കർണേക്ക സാമ്ന കർണാക്ക് നേരിടുക, നേരിടാനുള്ള. പ്രേരണ ഹേ, എന്താ പ്രേരണ എന്ന് പറഞ്ഞ? പ്രേരിപ്പിക്കുക, പ്രേരണ നൽകുക. ഒരാളിനെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആക്കുക, പ്രചോദനം നൽകുക, ഇൻസ്പിറേഷൻ നൽകുക. ഇപ്പൊ പഠിച്ചത് इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरणा है. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरणा है. ഇതിൽ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ രൂപത്തിലുള്ള കൊടുങ്കാറ്റിനെ നേരിടാനുള്ള പ്രേരണയുണ്ട്. इसमें जीवन के संकट रूपी तूफान का സാമ്ന करने का പ്രേരണ ഹേ. ഇതിൽ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ രൂപത്തിലുള്ള കൊടുങ്കാറ്റിനെ നേരിടാനുള്ള പ്രേരണയുണ്ട്. പറയ്, എഴുതിയ പറയൂ. ഹാൻഡ് റൈസ് ചെയ്തിട്ടാ, അല്ലെ എഴുതിയോ? വായിക്കാൻ പറ്റാത്തവർ എഴുതിയിട്ടുണ്ട് ഹാൻഡ് റൈസ്. നീ പറഞ്ഞോ ഒന്നാമത്തെ. ഓക്കെ.
दृश्य പറയട്ടാ. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरण है. ഓക്കെ ഗൗരി. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरण है. പ്രേരണ എന്നുണ്ട് കേട്ടാ. പ്രേരണ നാക്ക് 2 വരണ്ട. അപ്പൊ പ്രേരണ ഹേനാണ് കേട്ടാ. ശ്രുതി. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरणा है. സാമ്യാണ് കേട്ടാ. സാമ്ന. നാക്ക് ദീർഘല്ല, സാക്കാണ് ദീർഘം. സാമ്ന. ഓക്കെ അനു. इसमें जीवन के संकट रूपी तूफानों का सम्मान करने का प्रेरण है. സാമ്നാണ് കേട്ടാ. സാമ്ന. സമ്മാനല്ല, സാമ്ന. സമ്മാനം എന്ന് വെച്ചാല് ബഹുമതി, ബഹുമാനൊക്കെ. സമ്മാനല്ല, സാമ്ന കേട്ടാ. ഓക്കെ ധനിഷ. इसमें जीवन के संकट रूपी तूफानों का सामना करने का प्रेरणा है. ഓക്കെ അഡ്രിയാനോ. അഡ്രിയാനോ. അഡ്രിയാനോ പറയണ്ട. अनिल. इसमें जीवन के समान संकट रूपी तूफानों का सामना करने का प्रेरणा. ओके अल्विन. इसमें जीवन का संकट रूपी तूफानों का सामना करने का प्रेरण है. देसन. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरण है. जनील. इसमें जीवन के संकट रूपी तूफानों का सामना करने का प्रेरण है. अगिला. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरणा है. अनामिका. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरण है. जाहिद. इसमें जीवन की संकट रूपी तूफान का सामना करने का प्रेरणा है. देवप्रिया. इसमें जीवन का संकट रूपी तूफान का सामना करने का प्रेरण है. ओके दयाना. इसमें जीवन के संकट रूपी तूफान का सामना करने के प्रेरण है. कृष्णा. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरण है. विलजू. इसमें जीवन की संकट रूपी तूफान का सामना करने का प्रेरणा है. आलिब. इसमें जीवन के संकट रूपी तूफान का सामना करने का प्रेरणा है. ओके അടുത്തത് कवि कहते हैं. कवि कहते हैं. കവി പറയുന്നു. എല്ലാവരും ഹാൻഡ് ഡൗൺ ചെയ്തോട്ടാ. ഇനി അടുത്തതിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. കവി कहते हैं. കവി പറയുന്നു. പറഞ്ഞേ പഠിച്ച
कवि कहते हैं कवि कहते हैं नाविक अपनी पतवार, നാവിക अपनी पतवार, നാവികർ സ്വന്തം തുഴ, നാവിക अपनी पतवार പറഞ്ഞേ. नाविक നാവിക अपनी पतवार, നാവികന്മാര് സ്വന്തം തുഴ. തൂഫാനോം കി ഓർ, കൊടുങ്കാറ്റിന് നേരെ. തൂഫാനോം കി ഓർ, കൊടുങ്കാറ്റിന് നേരെ. പഠിച്ചാ പറഞ്ഞേ. तूफानों की ओर घुमा दो. തൂഫാനോം കി ഓർ, കൊടുങ്കാറ്റിന് നേരെ. ഖുമാദോ തിരിക്കൂ, ഖുമാദോ തിരിക്കൂ. घुमा दो तिरिकू. ഖുമാദോ തിരിക്കൂ. അത് കയറുന്ന പെട്ടെന്ന്. ഖുമാദോ തിരിക്കൂ, ഖുമാദോ തിരിക്കൂ. കവി कहते हैं, കവി പറയുന്നു നാവിക अपनी पतवार, നാവികര് സ്വന്തം തുഴ. തൂഫാനോം കി ഓർ, കൊടുങ്കാറ്റിന് നേരെ. ഖുമാദോ തിരിക്കൂ. കവി कहते हैं, കവി പറയുന്നു നാവിക് अपनी पतवार, നാവികർ സ്വന്തം തുഴ. തൂഫാനോം കി ഓർ, കൊടുങ്കാറ്റിന് നേരെ. ഖുമാദോ തിരിക്കൂ. कवि कहते हैं नाविक अपनी पतवार, तूफानों की ओर घुमा दो. പഠിച്ചു രജിസ്റ്റർ ചെയ്തോട്ടെ. ശ്രുതി പറയട്ടാ. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. दृश्य. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. गौरी. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. जेनिल. कवि कहता है कि नाविक अपनी पतवार तूफानों की ओर घुमा दो. डनीशा. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. श्रेया पार्वती. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. डेसन. कवि कहते हैं नाविक अपने पतवार तूफानों की ओर घुमा दो. अगला. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. अल्विन. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. डयाना. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. बिजिन. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. कृष्णा. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दे. देवप्रिया. कवि कहते हैं कि नाविक अपनी पतवार तूफान की ओर घुमा दो. ഡയാന പറഞ്ഞല്ലേ. പിന്നെ സായിദ്. कवि कहते हैं कि नाविक अपने पतवार तूफानों की ओर घुमा दो. अनामिका. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो. बिल्जू. कवि कहते हैं नाविक अपनी पतवार तूफान की ओर घुमा दो. अनु. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दे. अनल.
कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो। അനൽ പറഞ്ഞു. അനൽ പറഞ്ഞു. ഇതാരാ? ഡൈലൻ കാസ്ട്രോ എന്നുള്ള പേരിലാരാ? अड्रियानो सर। അഡ്രിയാന് പറയാം. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दे। അഫീഫ്. कवि कहते हैं नाविक अपनी पतवार तूफानों की ओर घुमा दो। നെയ്മർ ബോയ് എന്നുള്ളതാരാ? निरंजन। നിരഞ്ജൻ പറയാം. कवि कहता है अपनी नाविक अपनी पतवार तूफानों की ओर घुमा दो। ഓക്കെ, അടുത്തത് പറയാം. कवि कहते हैं नाविक अपनी पतवार तूफानों की और घुमा दो. അടുത്തത് आज समुद्र ने विष उगला है. आज समुद्र ने विष उगला है. ഇന്ന് സമുദ്രം വിഷം വമിച്ചിട്ടുണ്ട്. ആജ് സമുദ്രനെ വിഷ് ഉഗലാ ഹെ. ഇന്ന് സമുദ്രം വിഷം വമിച്ചിട്ടുണ്ട്. ആജ് സമുദ്രനെ വിഷ് ഉഗലാ ഹെ. ഇന്ന് ഇന്ന് സമുദ്രനെ സമുദ്രം വിഷു ഉഗലാ ഹെ വിഷം വമിച്ചിട്ടുണ്ട്. ഇന്ന് സമുദ്രം വിഷം വമിച്ചിട്ടുണ്ട്. ഹാൻഡ് റൈസ് ചെയ്തോട്ടാ. അനല്, അഡ്രിയാനോ? ശ്രേയ പാർവതി പറയേ. आज समुद्र ने विष उगला है. ദൃശ്യ. आज समुद्र में विष उगला है. അനാമിക. आज समुद्र ने विष उगला है. ഗൗരി കൃഷ്ണ. आज समुद्र ने विष उगला है. അഖില. आज समुद्र में विष उगला है. ജനിൽ. आज समुद्र ने विष उगला है. ദേവപ്രിയ. आज समुद्र में विष उगला है. കൃഷ്ണ. आज समुद्र ने विष उगला है. നന്ദിത. यस सर। आज समुद्र ने विष उगला है. विष उगला है. निवेदिता. आज समुद्र ने विष उगल है. उगला है उगला है. दनीशा. आज समुद्र ने विष उगला है. डेसन. ഡെനീഷ് പറഞ്ഞ ഡെനീഷ് പറഞ്ഞാണോ? ഞാൻ പറഞ്ഞു. ഡെയ്സൻ പറഞ്ഞ ഇല്ല. പറയ്. आज समुद्र ने विष उगला है. बिजिन. आज समुद्र में विष उगला है. अनु. आज समुद्र में विष उगला है. മാഷ എത്ര മണിവരെ ക്ലാസ് ഉണ്ടാവോ? 4:45 തീർക്കാം. ബിജിൻ പറഞ്ഞാണോ? आल्विन. आज समुद्र ने विष उगला है. श्रुति. आज समुद्र ने विष उगला है. निरंजन. आज समुद्र विष उगला है.
अनिल आज समुद्र ने विश्व उगला है। दयाना आज समुद्र ने विश्व उगला है। आलिफ आज समुद्र ने विश्व उगला है। अफीफ आज समुद्र ने विश्व उगला है। अफीफ आज समुद्र ने विश्व उगला है। विल्जू आज समुद्र में विश्व उगला है। अड्रियानो आज समुद्र में विश्व उगला है। ओके आज समुद्र में ज्वार है। आज हृदय में ज्वार है। आज समुद्र में ज्वार है। आज हृदय में ज्वार है. രണ്ട് വാക്കുണ്ട് കേട്ടാ. എന്താ അർത്ഥം ജ്വാർ? ഓക്കെ. ഇന്ന് സമുദ്രത്തിലും വേലിയേറ്റുണ്ട്, ഹൃദയത്തിലും വേലിയേറ്റുണ്ട്. വെള്ളം നന്നായി മുകളിലേക്ക് പൊന്തുക, അതാണ് ജ്വാർ. ആജ് സമുദ്ര में ज्वार है, आज हृदय में ज्वार है. ആരാ ഹാൻഡ് റൈസ് മുമ്പ് ചെയ്തവരൊക്കെ ഒന്ന് ഡൗൺ ചെയ്യട്ടാ. ഇപ്പൊ ആരൊക്കെയാ? ജനിൽ പറയേ. आज समुद्र में ज्वार है, आज हृदय में ज्वार है। ശ്രേയ പാർവതി. आज समुद्र में ज्वार है, आज हृदय में ज्वार है। श्रुति. आज समुद्र में ज्वार है, आज हृदय में ज्वार है। दृश्य. आज समुद्र में ज्वार है, आज हृदय में ज्वार है। ശ്രേയ പാർവതി പറഞ്ഞല്ലേ? ഡേസൻ. आज समुद्र में ज्वार है, आज हृदय ज्वार है। देवप्रिया. आज समुद्र में ज्वार है, आज हृदय में ज्वार है। अनामिका. आज समुद्र में ज्वार है, आज हृदय में ज्वार है। अनु. आज समुद्र में ज्वार है, आज हृदय में ज्वार है। अनिल. आज समुद्र में ज्वार है, आज हृदय में ज्वार है। कृष्णा. आज समुद्र में ज्वार है, आज हृदय में ज्वार है। विल्जू. आज समुद्र में ज्वार है, आज हृदय में ज्वार है। अफीफ. आज समुद्र में ज्वार है, आज हृदय में ज्वार है। डनीशा. आज समुद्र में ज्वार है, आज हृदय में ज्वार है। डयाना. मैं आज समुद्र में ज्वार है, आज हृदय में ज्वार है। अगिला. आज समुद्र में ज्वार है, आज हृदय में ज्वार है। आल्विन. आज समुद्र में ज्वार है, आज हृदय में ज्वार है। अड्रियानो. आज समुद्र में ज्वार है, आज हृदय में ज्वार है। बिजिन. आज समुद्र में ज्वार है, आज हृदय में ज्वार है। आलिफ. आज समुद्र में ज्वार है, आज हृदय में ज्वार है। उसका अर्थ है. ഇതിന്റെ അർത്ഥമാകുന്നു. പഠിച്ചാ? उसका अर्थ है. പഠിച്ചാ? उसका अर्थ है. उसका अर्थ है. ഇതിന്റെ അർത്ഥമാകുന്നു. ജീവൻ കാ സങ്കട്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഇതിന്റെ അർത്ഥമാകുന്നു ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ. उसका अर्थ जीवन का संकट. इसका अर्थ है जीवन का संकट. उसका अर्थ है जीवन का संकट. ഇതിന്റെ അർത്ഥമാകുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ ഇതിൽ പറയുന്ന തൂഫാൻ എന്ന് പറഞ്ഞ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തോട്ടെ. ആരാ? ജനിൽ. മുമ്പ് ഹാൻഡ് റൈസ് जीवन का संकट। ദൃശ്യ. उसका अर्थ है जीवन का संकट। ശ്രേയ പാർവതി. उसका अर्थ है जीवन का संकट। അഖില. उसका अर्थ है जीवन का संकट। ദേവപ്രിയ. उसका अर्थ है जीवन का संकट। വിൽജു. उसका अर्थ है जीवन का संकट। ഡൈസൻ. उसका अर्थ है जीवन का संकट। അർത്ത് എന്നാണ് കേട്ടോ, അർത്ത്. മിക. उसका अर्थ है जीवन का संकट। ശ്രുതി. उसका अर्थ है जीवन का संकट। അനൽ. उसका अर्थ है जीवन का संकट। കൃഷ്ണ. उसका अर्थ है जीवन का संकट। അഫീഫ്. उसका अर्थ है जीवन का संकट। ഡയാന. उसका अर्थ है जीवन का संकट। ആൽവിൻ. उसका अर्थ है जीवन का संकट। ഡനീഷ. उसका अर्थ है जीवन का संकट। അഡ്രിയാനോ. ഹലോ സാറേ, जीवन का संकट। ആരെ വിളിച്ചത്? ഞാൻ സായിദാണ് ഇത് പറയേ. സാറേ. മദ്രസ ഉണ്ട്. ഓക്കെ, ഇത് കഴിയാറായിട്ടുണ്ട്. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലെഫ്റ്റ് ആയിക്കോട്ടെ. അനു. उसका अर्थ है जीवन का संकट। റെക്കോർഡ് ഇട്ടുതരാം, PDF ഇട്ടുതരാം കേട്ടാ. അഡ്രിയാന പറഞ്ഞാണോ? उसका अर्थ है जीवन का संकट। ഓക്കെ, ഇനി ലാസ്റ്റ് സെന്റൻസ്. ഹം ഉസേ സാമന കർന ഹെ. ഹം ഉസേ സാമന കർന ഹെ. ഹം നമ്മൾ, ഉസേ അതിനെ, സാമന കർന ഹെ നമ്മൾ ആദ്യം പഠിച്ചു. നേരിടണം, നമ്മൾ അതിനെ നേരിടണം. ഹം ഉസേ സാമന കർന ഹെ. ഹം ഉസേ സാമന കർന ഹെ, നമ്മൾ അതിനെ നേരിടണം. ഓക്കെ, ജനലി പറയട്ടാ. हम उससे सामना करना है। കൃഷ്ണ. हम उसे सामना करना है। ശ്രേയ പാർവതി. हम उसे सामना करना है। അഖില. हम उसे सामना करना है। ഡൈസൻ. हम उसे सामना करना है। ശ്രുതി. हम उससे सामना करना है। ദേവപ്രിയ. हम उसे सामना करना है। ദൃശ്യ. हम उसे सामना करना है। അഫീഫ്. हम उसे सामना करना है। ആൽവിൻ. हम उसे सामना करना है। ആലിഫ്. हम उसे सामना करना है। വിൽജു. हम उसे सामना करना है। വിൽജു കഴിഞ്ഞ പിന്നെ ആരാ? ആലിഫ് പറഞ്ഞല്ലേ? പറഞ്ഞതാ. അനൽ. ഡയാന. हम उसे सामना करना है। ഓക്കെ, ഡയാന. हम उससे सामना करना है। അഡ്രിയാനോ. हम उसे सामना करना है। അനാമിക. हम उससे सामना करना है। ഗൗരി. हम उसे सामना करना है। അനു. हम उसे सामना करना है। നന്ദിത. हम उसे सामना करना है। നിവേദിത. हम उसे सामना करना है। ഓക്കെ, അപ്പൊ ഇതാണ് തൂഫാനോം കി ഓർ ഘുമാദോ നാവിക് എന്നുള്ള പോയത്തിന്റെ. അപ്പൊ ഇതാണ് അടുത്ത ദിവസം എക്സാമിന് ഉണ്ടാവട്ടെ. അതിന്റെ വേർഡ്സ് നമ്മൾ ഇട്ടിട്ടില്ല. ഇത് പക്ഷെ എത്ര സെന്റൻസ് ഉണ്ട്?
കുറച്ചുകൂടി സെന്റൻസുകൾ വേണ്ടി വരും കേട്ടോ. 1 2 3 4 8 സെന്റൻസ് 8 ഉള്ളു അല്ലേ? അപ്പൊ 2-3 സെന്റൻസ് കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഒരെണ്ണം നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലും ചേർക്കുന്ന ഇസ് കവിതാക്ക അർത്ഥം മഹത്വപൂർണ്ണ ഹേ, അത് വേണം. പിന്നെ ഇസ് കവിതാക്ക ഭാഷ സുന്ദർ ഹേ, അത് 2 ആഡ് ചെയ്യാം. പിന്നെ ഈ കവിത ആരെ എഴുതിയെന്ന് ആഡ് ചെയ്യണ്ടേ? അത് ആദ്യം പറഞ്ഞിട്ടില്ലേ? അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പോയിന്റ്സ്, ഇനി ഒന്ന് സിമ്പിൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത് ഈ പരീക്ഷ എന്നാ ഈ ചാപ്റ്ററിന്റെ? നാളെയാണ് ഇതിന്റെ എക്സാം ഉണ്ടാവുക. അപ്പൊ ഇന്ന് സോഷ്യലിന്റെ എക്സാമാ രാത്രി? സോഷ്യൽ ഏത് ചാപ്റ്റർ ആയിരുന്നു? എക്സാം എടുത്തിട്ടില്ലേ സോഷ്യലിന്റെ? ചാപ്റ്റർ ഏതായിരുന്നു? ഹിസ്റ്ററി ആണോ? പക്ഷേ നമ്മളന്ന് ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം എടുക്കുന്നത്? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാഷെ. എനിക്ക് 9 മണിക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇത് ഹിന്ദിയാണ്. ഞാനിപ്പോ PDF ഗ്രൂപ്പിൽ ഇട്ട് തരാം. നാളെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. എനിക്ക് പെരുന്നാള് എഴുതാൻ പറ്റില്ല. പെരുന്നാൾ കഴിഞ്ഞ് എഴുതിയാൽ മതി, കുഴപ്പമില്ല. ചൊവ്വാഴ്ച എഴുതിയാൽ മതിയോ? മതി, നോ പ്രോബ്ലം. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അറ്റൻഡൻസും PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ലെഫ്റ്റ് ആവട്ടെ മാഷേ. മാഷെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ ആൻസർ ചെയ്യാൻ മാഷിനെ വിളിക്കുള്ളൂ കേട്ടാ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞില്ല മാഷേ? ക്ലാസ് കഴിഞ്ഞു. ലെഫ്റ്റ് ആയിക്കോ. താങ്ക് യു സാർ. വെൽക്കം.